ഇനി റബ്ബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ദീപ് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? തടസ്സപ്പെടുത്തരുത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണം. കാര്യമായിട്ട് നീ കേൾക്കണം, മനസ്സിലായോ? സന്ദീപാണോ തീരുമാനിക്കേണ്ടത് ആവശ്യമുള്ള ഇൻട്രോ ഏത്, ആവശ്യമില്ലാത്ത ഇൻട്രോ ഏതെന്ന്? എല്ലാ കുടുംബങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്, നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? വാക്ക് വെല്ലുവിളിക്കലാണ്. ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധമായി കാണിക്കാവോ? വെല്ലുവിളിയാണ്, വെല്ലുവിളിയാണ്. ഒരൊറ്റ വാക്ക് വസ്തുത തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒരു ചുക്കുമല്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. പറയാൻ കഴിയില്ല. ബഹളം ഉണ്ടാക്കി ശബ്ദമുണ്ടാക്കി എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട. വിവരമുള്ളവരെ വിളിക്കാൻ. ഹാഷ്മി ഇപ്പോ കാർക്കിച്ചു തുപ്പിയത് ലുക്കുണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. ഒന്നാമത്തെ വെല്ലുവിളി, ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി ഒന്നെങ്കിലും കാണിക്കാവോ? ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഒരു വാചകമെങ്കിലും സന്ദീപിന് ചൂണ്ടിക്കാണിക്കാവോ? എന്റെ വെല്ലുവിളിയാണെന്നേ. ഉത്തരവാദിത്തോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഇൻട്രോ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ബന്ധം? പറ. ആ പേര് ഇങ്ങോട്ട് ഇറക്കണ്ട. ആഷ്മിയുടെ കയ്യിലല്ല കേരളത്തിലെ ജനങ്ങളെ. കരുവന്നൂർ വേറെ കേസാണ്. കരുവന്നൂർ വേറെ കേസാണ്. ഇൻട്രോയിൽ പ്രഖ്യാപിച്ചാൽ ഇവിടെ ഫണ്ട് മരവിപ്പിക്കാൻ കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? ആ തോന്നിവാസം കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ ഫണ്ട് മരവിപ്പിച്ച് കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? ഇൻട്രോ പറഞ്ഞ ഒലത്തി കളഞ്ഞ കേരളത്തിലെ ജനങ്ങൾ നാലാംകിട വർത്താനം പറയില്ലേ? നാലാംകിട വാക്ക് ചുരുട്ടി കൈവെക്ക്. നാലാംകിട വാക്ക് ചുരുട്ടി കൈവെക്ക്. നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. സന്ദീപിനോട് ആര് പറഞ്ഞു? ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞു? എന്നോട് ആരും പറഞ്ഞില്ല. താങ്കളല്ലേ പറഞ്ഞു? നിങ്ങൾ കുറെ കണക്ക് പറഞ്ഞല്ലോ. തന്നോട് ഞാനൊരു പകരം ചോദിച്ചില്ലെങ്കിൽ താൻ കണ്ടോ? സമ്മേളനമല്ലാതെ എന്ത് സാർ പ്രതിപക്ഷം പറഞ്ഞ ഞാൻ പറഞ്ഞേ? എന്ത് ചുക്കാണ് നിങ്ങളുടെ ഇടത്തം പൈതൃക സ്വത്താണ്, അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. അഭിപ്രായം പോലെ തട്ടരുത്. പിന്നെ പറഞ്ഞോണ്ട് ഞാൻ ഒന്ന് സന്ദീപ്, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ സാറേ ഒന്നും വിളിക്കണ്ട. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ? വീട് സാറേ. സാറേ